ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തിൽ അതിനു പുറമെ മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിശ്വാസം എന്താണ്, നമ്മുടെ കർമ്മങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിത വിശുദ്ധി എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യ ഭാഗത്ത് പറഞ്ഞു. ആ സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആ ഒരു അവതരണ ഘടന നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ്. നമ്മുടെ നിസ്കാരം എങ്ങനെയായിരിക്കണം, നമ്മുടെ സക്കാത്ത് എങ്ങനെയായിരിക്കണം, സക്കാത്ത് വല്ലദീനഹും സക്കാത്തി ഫാഇലൂൻ, നിസ്കാരം ഖാശിഊനാകണം, പിന്നെ അമാനാത്ത് റാഊനാകണം, അമാനത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കണം, വീട്ടണം, ഉത്തരവാദിത്തങ്ങളൊക്കെ വീട്ടണം. പിന്നെ വല്ലദീനഹും ഫുറൂജിഹിം ഹാഫിദൂൻ, നമ്മുടെ വിശുദ്ധി, ലൈംഗിക വിശുദ്ധിയെ സംബന്ധിച്ചുള്ള പരാമർശം, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ അമാനത്തുകൾ, നമ്മുടെ ഒരു സ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യനായി നമ്മൾ മാറണം എന്നതാണ് ഈ സൂറത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ് ലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നുത്ഫത്തായി, അത് അലക്കത്തായി, മുഖത്തായി, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞു തന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഒരു കമ്പാരിസൺ ശരിക്കും എങ്ങനെ ഒരു ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, അതുപോലെ ആവരുത്. അവിടെയാണ് അൻആം. ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന വിഷയം എന്താണ്? അൻആമാണ്. ആ അൻആമിൽ നിങ്ങൾക്ക് ഇബറത്തുണ്ട്, ഗുണപാഠമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്.
അത് അതിൻ്റെ പാല്, അതിൻ്റെ തോല്, ആ തോല് ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടുകൾ, ടെൻറ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഒരു നമ്മൾ ഏതൊക്കെ നിലക്ക് നമ്മൾ വ്യത്യസ്തനാകണം എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 43 മുതൽ 50 വരെയുള്ള ഏതായാലും കണ്ട എന്നാ ഓതിക്കൊള്ളി. അൻആമിൽ ഉള്ള ഇബറത്ത് ശ്രദ്ധിക്കട്ടാ. അൻആമിൽ നമുക്കുള്ള ഇബറത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരു വസ്തുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ആരാധിക്കുന്ന വസ്തുവിനെ ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ആരാധിക്കുന്ന വസ്തു ഒരിക്കലും നമ്മളെ തന്നിഷ്ടമാകാൻ പാടില്ല. തന്നിഷ്ടത്തെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ്? എനിക്ക് തോന്നുന്നതിനെ ഞാൻ ആരാധിക്കാം. അങ്ങനെ ഞാൻ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ അൻആമിനെ പോലെയാണ് അത പറഞ്ഞത്. മനസ്സിലായ? കന്നുകാലികളെ പോലെയാണെന്ന്. ഞാൻ എന്തിനെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഞാൻ അറിഞ്ഞു പഠിച്ച് ബോധത്തോടെ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതിനെ ഞാൻ ഇലാഹാക്കുകയാണെങ്കിൽ ഞാൻ ആരാണ്? കാലികളെപ്പോലെ എന്നുള്ള പറഞ്ഞത്. ഭയങ്കരമായ കാരണം എന്താ പറയുക, ഈ അങ്ങനെയുള്ള ആൾക്കാർ ഭൂമിയിൽ വേണ്ട എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സമൂഹത്തിലൊക്കെ ഉണ്ടാക്കിയ ഫിത്രത്ത് എന്താ? ഇപ്പം നമ്മളെ നാട്ടിലൊരു തൂഫാൻ ഉണ്ടല്ലോ, തൂഫാൻ അല്ലേ? എന്താ തൂഫാൻ? ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന തൂഫാൻ എന്താ? ലഹരിക്കെതിരെയുള്ള ഒരു പ്രളയമാണ് തൂഫാൻ. തൂഫാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കൊടുങ്കാറ്റല്ല, തൂഫാൻ പ്രളയമാണ്. തൂഫാൻ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തൂഫാനിന് ആ പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ തൂഫാൻ എന്ന് ഖുർആനിൽ പ്രയോഗിച്ചത് 2 തവണയാണ്. ആ രണ്ടും പ്രളയമാണ്. ഒന്നേതാ? ഒന്ന് മൂസാ നബിൻ്റെ കാലത്ത് കൊടുത്ത 9 ആയാത്ത് പഠിച്ചില്ലേ നമ്മൾ ആദ്യം? 9 ദൃഷ്ടാന്തങ്ങൾ പഠിച്ചില്ലേ? അതിൽ ഒന്നാണ് എന്ത്? തൂഫാന്. വഅർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാത്തി മുഫസ്സലാത്ത്. അവരിലേക്ക് നാം ഫിർഔനിൻ്റെ മൂസാ നബിൻ്റെ കാലത്ത് അവരിലേക്ക് നാം തൂഫാൻ അയച്ചു. വഅർസൽനാ അലൈഹിമു തൂഫാൻ വൽ ജറാദ് വെട്ടുകിളി വൽ ഖുമ്മല പേന് വൽ ലഫാദിഅ തവള വദ്ദമ ബ്ലഡ് രക്തം. അതൊക്കെ വലിയ ദൃഷ്ടാന്തമായിരുന്നു. അതിൻ്റെ കാരണം അതൊരു ഉണർത്തലാണ്. ആ ശിക്ഷ ഒരു ഉണർത്തലാണ്. കാരണം എന്താ? അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തിന്മ എന്തായിരുന്നു?
മൂസാ നബിന്റെ കാലത്ത് ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തിന്മ എന്തായിരുന്നു? ഫിർഔനിനെ ആരാധിക്കുക എന്നുള്ള മനുഷ്യ ദൈവത്തെ ആരാധിക്കലാണ്. എന്താണ്? മനുഷ്യ ദൈവത്തെ ആരാധിക്കലായിരുന്നു. അന റബ്ബുക്കുമുൽ ആല എന്നാണ് ആര് പറഞ്ഞത്? ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് ആരാധിക്കണമെന്നാണ് ആര് പറഞ്ഞത്? ഫിർഔൻ പറഞ്ഞത് അല്ലേ? ഏറ്റവും വലിയ തിന്മതായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ല, ഫിർഔനെ നിന്നെയും സൃഷ്ടിച്ച എന്നെയും സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, ആ റബ്ബിനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ഫിർഔൻ എന്താക്കിയില്ല? സമ്മതിക്കാൻ തയ്യാറായില്ല. മൂസാ നബി പറയുന്ന കാര്യം സത്യമാണ് എന്ന് തെളിയിക്കാൻ എമ്പാടും ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുത്തു. അതൊക്കെ വന്നപ്പോൾ എന്തുണ്ടായത്? ആ സമയത്ത് ഫിർഔൻ ഒതുങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ സ്വഭാവം എടുത്തു. എന്താ പറഞ്ഞത്? ആദ്യം തൂഫാന് വന്നു, വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്ന് എന്താ ഉണ്ടാകുക? ആകെ പ്രളയമായി, അതൊക്കെ മുഴുവനും വെള്ളമെടുക്കും. അങ്ങനെ ആളുകളെല്ലാവരും കൂടി ഓടി ഫിർഔൻ്റെ അടുക്കൽ വന്നു. ഫിർഔൻ ആരാ? ദൈവമാണ്. പക്ഷെ ഫിർഔനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം ഫിർഔൻ മൂസാ നബിനെ വിളിപ്പിച്ചു. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, ഉദോ ഇലാ റബ്ബിക്ക, മൂസ ഈ എൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക, ഇത് മാറിയാൽ ഞങ്ങൾ നീ പറയുന്നത് കേട്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ പോയപ്പോൾ എന്തായിന്നറിയോ? അവന് പഴയ സ്വഭാവം എടുത്തപ്പോൾ പിന്നെ വന്നത് എന്താ പറയുക? അടുത്ത ദൃഷ്ടാന്തം കുമ്മല്, പേന്, നിറയെ പേന്. ആ നാട് മുഴുവനും ജനങ്ങളെ മേത്തും താടിയിലും തലയിലും ശരീരത്തിലൊക്കെ പേന്, കിടക്കിനോടത്ത് ബെഡിൽ കട്ടിലും ഒക്കെ പേന്, നിറയെ പേന അങ്ങോട്ട് നിറഞ്ഞു. എന്തുണ്ടാവും? നമ്മളെ നാട്ടിൽ കോഴിക്കൂട്ടിൽ കോഴിപ്പേൻ നിറഞ്ഞാൽ തന്നെ എന്തേക്കാര അവസ്ഥ അല്ലേ? ജീവിക്കാൻ പറ്റണില്ല മനുഷ്യന്മാർക്ക്. ഭക്ഷണം എടുത്താൽ അതിൽ പേന്, ശരീരം മുഴുവനും പേന്. അവസാനം ആൾക്കാരെല്ലാവരും കൂടി ആരുടെ അടുത്ത് വന്ന് ഫിർഔൻ എടുക്കല്. ഫിർഔനല്ല ദൈവം, ഫിർഔന് നിസ്സഹായന. ഫിർഔനെ വീണ്ടും മൂസാ നബിയെ വിളിച്ചു. അവർ പറയും, എൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക, ഇതും കൂടി ഒന്ന് പറയും, ഇനി ഞങ്ങൾ ആദ്യത്തെ പണി എടുക്കില്ല, ഞങ്ങൾ ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നീ പറയുന്ന കാര്യം ചെയ്തോളാം പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാം, നീ പറഞ്ഞ റബ്ബിനെ ആരാധിക്കാം. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചു. പേന നീങ്ങി, പേനൊക്കെ നീങ്ങിയൊക്കെ വൃത്തിയായി, ഒരു പ്രശ്നമില്ല, ആദ്യത്തെ പോലെ ആയി, ജീവൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഫിർഔൻ എന്താക്കി? പണ്ടത്തെ അതേമാതിരി വീണ്ടും വാക്ക് ലംഘിച്ചു. അപ്പോഴാണ് പിന്നീട് വന്ന അടുത്ത അടയാളം ലഫാദിയ, തവളകളെ കൊണ്ടാണ് നിറഞ്ഞത്. അതിന് മുമ്പ് ജറാദ് വരുന്നിട്ടാണ്. ജറാദ് വെട്ടുകിളി വരുന്നത്. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകിളിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും? ഈ മത്സ്യവും ജറാദും ചത്താലും ഉപയോഗിക്കാം, അറിയില്ലേ? ശവം ഹറാമല്ലേ? ഹുരിമത്ത് അലൈക്കും ഉദ്ദമ വൽ മൈത്ത, ബ്ലഡും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ശവവും ഹറാമാണ്. എന്നാൽ ഹലാലായ രണ്ട് ശവം ഉണ്ട്. എന്താ? ഒന്ന് മത്സ്യം, കടലിൽ നിന്ന് മത്സ്യം പടത്തുപോതി എത്തൂലേ. രണ്ടെന്താണ്? ജറാദ് ഉപയോഗിക്കാമെന്നാണ്. ജറാദ് എന്നാൽ ഈ നമ്മളെ ഈ പോത്താങ്കിരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, അതിനേക്കാൾ കുറച്ച് കണ്ടിട്ടുണ്ട്. ഈ ജറാദിനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ജറാദ് എന്ന സാധനം ഇപ്പോഴുണ്ട്. ചെറിയ വെട്ടുകിളി എന്ന് തന്നെ പറയും. വെട്ടുകിളി ആണ് ചെറിയൊരു പോത്താങ്കിരി മറ്റേ ചെറിയ ചിറകുള്ള അതിന് ചെറിയ സാധനമാണ്. അതിങ്ങനെ ചെവിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് പോകുന്നിരിപ്പത്. ഡേഞ്ചറസ് സംഭവം. ആ വെട്ടുകിളി ഇങ്ങോട്ട് പരന്നിട്ട് വീടിനകത്തും പുറത്തും പറമ്പിലും പാടത്തും അവരുടെ കൃഷിസ്ഥലങ്ങളെയും ഒക്കണ്ട് ജറാദ് വന്നിട്ടാണ് നശിപ്പിച്ചു. ജറാദ് വന്ന് നശിപ്പിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയപ്പം മൂസാ നബി ആൾക്കാരെല്ലാം കൂടി ഫിറൗൻ്റെ അടുത്ത്, കാരണം ഫിറൗനാളെ റബ്ബ്, ഒരു രക്ഷയില്ല. അവസാനം മൂസാ നബിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദുഅ ഇലാ റബ്ബിക, ഇതും കൂടി ഇത് പ്രാർത്ഥിക്കുകയായിരുന്നു. പഴയമായി തന്നെയായി. അത് പോയി ഫിറൗന് പഴയമായി തന്നെ ചെയ്തു. പിന്നീടാണ് ഈ തവള വരുന്നത്. തവള ഇതേപോലെ തന്നെ പാത്രത്തിലും വെള്ളത്തിലും കട്ടുമ്മലും ബെഡിലും വാഹനത്തിലും ഒക്കെ തവള, നിറയെ തവള. വീണ്ടും ഇതേപോലെ തന്നെ മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മൂസാ നബി പ്രാർത്ഥിച്ചു, നീങ്ങി. പക്ഷേ ഫിറൗന് വീണ്ടും പഴയമായി. അവസാനമാണ് ബ്ലഡ്, രക്തം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാത്തല്ലേ ചോരയാണ്. വെള്ളങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിറച്ച് ബ്ലഡ്, കൊണ്ടാൻ കഴിയില്ല. ഇങ്ങനെ മുഴുവനും ദമായിട്ട് ഒരു രക്ഷയില്ല. അവസാനം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആൾക്കാരെന്നാൽ ഫിറൗൻ എടുക്കലേക്ക് കൂടി ഫിറൗന് മൂസാ നബിനെ വിളിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു നീങ്ങി. പക്ഷേ മൂസാ നബി ഫിറൗന് വിശ്വസിച്ചില്ല. ഏതുവരെ? ഫിറൗൻ അവസാനം മുങ്ങി മരിക്കുമ്പോൾ എന്താ പറഞ്ഞത്?
നദിയിൽ മുങ്ങി മരിക്കുമ്പോഴും ഞാനിതാ ആമൻതു ബില്ലാഹി, ഞാനിതാ നിൻ്റെ മൂസ നിൻ്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷേ അള്ളാഹ് പറഞ്ഞു റൂഹ് കൊണ്ടൊക്കെ അവരെന്തില്ല, ഈ മടക്കല. അപ്പം ഈ 9 ആയാത്തുകളിൽ ഈ ആയത്തിൽ ഒന്നാമത് പറഞ്ഞ തൂഫാനാണ്. അവിടെ ആ തൂഫാന് പകുതിയാണ്, ഫുള്ള് പോയിട്ടില്ല. അവിടെ പകുതി തുടച്ചു നീക്കുക തിന്മ ഷിർക്കായിരുന്നു. എന്താണ്? ഖുർആനിൽ 2 തൂഫാനാണ്, 2 പദമാണ്, 2 തവണ പറഞ്ഞത്. അതിൽ ഒന്ന് ഷിർക്കാണ്, രണ്ടാമത്തത് എന്താ? അത് പൂർണ്ണമായും തുടച്ചു നീക്കി. ആരെ കാലത്ത്? ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് ആരെ കാലത്താണ്? നൂഹ് നബിൻ്റെ കാലത്ത്. നൂഹ് നബിൻ്റെ കാലത്തെ ഏറ്റവും വലിയ തിരുമന്തായിരുന്നു ഷിർക്കാണ്. നൂഹ് നബിൻ്റെ കാലത്ത് ഏറ്റവും വലിയ തിരുമന്തായിരുന്നു യഊത്തിനെയും നസ്റിനെയും ആരാധിക്കലാണ്, പടപ്പുകൾ ആരാധിക്കലാണ്. അപ്പോൾ അല്ലാഹു തആല എന്താക്കി? തൂഫാൻ അയച്ചു. ആ തൂഫാനിൽ മൊത്തം ഒന്നടങ്കം പോയി. വിശ്വസിച്ച 80 പേര് മാത്രം കപ്പലിൽ കയറിയത്, ബാക്കി ഒന്നായി. നമ്മളെ കഥ പഠിച്ചതാണ്. ശരി, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഖുർആനിലെ ഈ 2 തൂഫാൻ എന്തിനെതിരില്ല? ഖുർആൻ്റെ 2 തൂഫാൻ എന്തിനെതിരില്ല? ഷിർക്കിനെതിരില്ലേ? ഏറ്റവും വലിയ തിരുമ ഷിർക്കാണ്. മുസ്ലിമീങ്ങളെ ലഹരി ഉപയോഗം നിർത്തണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? ഞാൻ മൊത്തത്തിലല്ല പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ലഹരി ഉപയോഗം നിർത്തണമെങ്കിൽ ആദ്യം ആത്മീയ ചൂഷണം എന്ന ഈ ഏറ്റവും വലിയ തിന്മ നമ്മളെ നാട്ടിൽ ഇല്ലാതാവണം. ആയിഷബി എന്താ പറഞ്ഞാൽ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഔവലമാനസല, ആദ്യം അള്ളാഹു ഇറക്കിയത് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണെങ്കിൽ ഒരൊറ്റ ആളെ കിട്ടൂല എന്നാണ്. ആദ്യം ഇറക്കിയത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണെങ്കിൽ ഒരൊറ്റ ആളെ കിട്ടൂല എന്നാണ്. എന്തായാലും കാരണം അത്രമാത്രം വ്യാപകമായിരുന്നത്. അപ്പം ആദ്യം എന്താക്കി? ഇതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം അള്ളാഹിനെ പറ്റി പറയണം, അള്ളാഹിനെ മനസ്സിലാക്കണം, പരലോകത്തെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ മനുഷ്യരിൽ നിന്ന് ആത്യന്തികമായി ലഹരി ഒരു. ഇന്നത്തെ ഏറ്റവും വലിയ ആത്മീയ ചൂഷണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ടൗസർ കിട്ടിയിരുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. ഒരു ടൗസർ CM മക്കാമിന് CM വലിയുള്ളാൻ്റെ ഒരു ടൗസർ എന്ന് പറഞ്ഞ ടൗസർ കിട്ടിയാണ് ഇപ്പോൾ മൂലയിലേക്ക്. എന്നിട്ട് ഇപ്പോൾ ആ ടൗസർ ഇട്ട് ഇറക്കുകയാണ്, ഒരു വള്ളി ടൗസർ. ഇത് മറ്റേ CM അടവൂരിൻ്റെ ടൗസറാണ്. എന്നിട്ട് ആ ടൗസർ ഇട്ടിപ്പം ആ ടൗസർ വെള്ളത്തിൽ മുക്കിയ വെള്ളം കുടിക്കുക, അതിന് വർക്കത്തെടുക്കുക, അതിനുള്ള പരിപാടി ഇപ്പം നടക്കുന്നത്. ഈ മനുഷ്യന്മാർ അൻആമാണോ അതോ ഇൻസാനാണോ? നമ്മൾ ഇന്നഫിദാലി പിന്നെ ഈ അൻആമിൽ ഇബറത്തുണ്ട് എന്നുള്ള പറഞ്ഞത് പഠിക്കണത്. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാകണ്ട. ആയത്ത് എവിടെ എന്നുള്ളത്, ആയത്തിൻ്റെ ആശയം എവിടെ എന്നുള്ളത് തലച്ചോറ് ഉപയോഗിക്കണ്ടേ? എന്തൊക്കെയാണ് ഈ സാമ്പത്തികമായ ഏറ്റവും വലിയ അരാജകത്വം, തട്ടിപ്പാണ് ഈ രംഗത്ത് നടക്കുന്നത്. ഇപ്പോൾ ഈ MDMA പിടിച്ച കുറേ കേസ്, ഇപ്പോൾ ഈ നാട്ടിലെ നമ്മളെ ഭരണകൂടം നടപ്പിലാക്കിയ തൂഫാൻ എന്ന ഏറ്റവും നല്ല ഒരു പരിപാടി. അത് നല്ല സംഗതി, അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട് കൊടുക്കണം. അത് ആകെ അടക്കി പിടിക്കുകയാണ്. ഇത് തൂഫാൻ നൂഹ് നബിൻ്റെ കാലത്ത് തൂഫാൻ വന്നപ്പോൾ നൂഹ് നബിൻ്റെ ഭാര്യനെ നോക്കിയിട്ടില്ല, മകനെ നോക്കിയിട്ടില്ല, ആരും നോക്കിയിട്ടില്ല. ആരും പരിഗണിക്കാതെ ഒന്നടങ്കം ആട്ടിപ്പിടിക്കുക ചെയ്തത്. അതിനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഹരിൻ്റെ വിഷയത്തിൽ ഈ തൂഫാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ ഈ MDMA കുറേ കേസിൽ ഇപ്പോൾ പിടിച്ചല്ലോ, ഇതിൽ MDMA ഉപയോഗിച്ച ആൾക്കാരെയാണോ പിടിച്ചത്, അതല്ല ഈ MDMA കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയാണോ പിടിച്ചത് കൂടുതൽ? കച്ചവടം ചെയ്യണമല്ലേ അല്ലേ? എന്തിനാ MDMA കച്ചവടം ചെയ്യുന്നത്? ഇപ്പം മുക്കത്തിന് പിടിച്ചൊരു മുസ്ലിം പെണ്ണിനെ അല്ലേ, ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് തന്നെ അറിയണില്ല. ഇപ്പോൾ ലഹരി വിരുദ്ധ സമിതിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചു. അതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയണില്ല. ഇതെന്തിനാ? ഇത് കച്ചവടം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, പോയിന്റ് മനസ്സിലാക്കണം. ബിസിനസ്, അധ്വാനമില്ലാതെ പൈസ ഉണ്ടാക്കുക, പരിശ്രമമില്ലാതെ വെറുതെ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി, അതിനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഈ ലഹരി കടത്ത്. ഉപയോഗിക്കുന്നവരല്ല പിടിക്കണത്. പിന്നെ ആരെ പിടിക്കണത്? കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചത് മുഴുവൻ, ബിസിനസ്സുകാരെ പിടിച്ചത് മുഴുവനും പൈസ ഉണ്ടാക്കാൻ, ചുളിവിൽ പൈസ ഉണ്ടാക്കാൻ. ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായം തന്നെ, മുസ്ലിം സമുദായം തന്നെ. ഇനി ഏറ്റവും കൂടുതൽ ഇതേമാതിരി പൈസ ഉണ്ടാക്കണ, ചുളിവിൽ പൈസ ഉണ്ടാക്കണ മറ്റേ പരിപാടിയാണ് ആത്മീയ ചൂഷണം അല്ലേ? ആത്മീയ ചൂഷണം. ഇപ്പം നിങ്ങൾ കേട്ടു ജിന്ന് മഹല്ലറ, നിങ്ങൾ കേട്ടണം ജിന്ന് മഹല്ലറ, നമ്മളെ നാട്ടിലുള്ള പരിപാടിയാണ് ആ ജിന്ന് മഹല്ലറ. ജിന്ന് മഹല്ലറ എന്ന് പറഞ്ഞാൽ സൂറത്തിൽ ജിന്നും സൂറത്ത് യാസിനൊക്കെ ഓതിയിട്ട് ജിന്ന് ഹാലറായിട്ട് അവിടെ ഭയങ്കര പരിപാടി നടക്കാനാണ്. അങ്ങനെ അതിൻ്റെ പരസ്യം എങ്ങനെയാണ് നിങ്ങൾ?
75 ലക്ഷം കിട്ടാനുള്ളവന് അവിടെ വന്ന് ഈ പരിപാടി നടത്തിയപ്പോൾ 75 ലക്ഷം കിട്ടാനുള്ളവന് കിട്ടി. 10 ലക്ഷം കിട്ടാൻ പൈസ കിട്ടാൻ കമ്പനിയിൽ നിന്നുണ്ടായിരുന്നു. ഇത് നടത്തിയപ്പോൾ അവന് 10 ലക്ഷം റുപ്യ കിട്ടി. കടബാധ്യതകളുള്ള ആൾക്കാർ കടബാധ്യതകൾ തീർന്നു. ഇതൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്. ഇതേ ആശയമുള്ളൊരു മൊയിലേരാണ് കാസർഗോഡ് പാലത്തിമതിയാടി ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? ന്യൂസ് കേട്ടില്ലേ നിങ്ങൾ? ഇതേ ഒരു മുസ്ലിം ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കണ, നേരത്തെ പറഞ്ഞ ഈ പരിപാടിയൊക്കെ നടത്തിയാൽ ലക്ഷങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഈ പരിപാടി നടത്തുന്ന അതേ വിശ്വാസമുള്ള ഒരു മൂല്യരാണെന്നത് ലോൺ എടുത്ത് കടം വാങ്ങി വന്ന് ഒരു രക്ഷയില്ലാതെ അയാൾ സ്കൂട്ടർ പാലറ്റുമ്പോൾ നിർത്തിക്കാണ്ട് ചാടി ആത്മഹത്യ ചെയ്തു. ഒരു മൂല്യര് കുട്ടിക്ക് മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദ്. എന്നാൽ പിന്നെ ഈ മൂല്യർക്ക് മറ്റേ മൂല്യെടുത്ത് രണ്ടാളും വിശ്വാസമൊന്നല്ലേ? മറ്റേ മൂല്യെടുത്ത് പോലെ ഈ കടക്കം ഇങ്ങോട്ട് വീടില്ലായിരുന്നു. ആദ്യം അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്താ തട്ടിപ്പാണ്. ഇത് മുഴുവൻ എന്താ തട്ടിപ്പാണ്. നിധി പറമ്പിൽ പിന്നെ ഒളിഞ്ഞു നടക്കുന്ന നിധിക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും വെജിറ്റേറിയൻ മാത്രം കഴിക്കണം. എന്നിട്ട് പിന്നെ വെള്ളക്കടലാസിൽ കുങ്കുമം പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ചില വിക്രയികൾ വരണം. ആ വിക്രയികളൊക്കെ ചെയ്താൽ പറമ്പിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു നടക്കുന്ന നിധിയൊക്കെ കിട്ടുന്നതാണ്. എന്നാൽ പിന്നെ ഈ മൂല്യർ ആ പണിക്ക് പോയാൽ പോരെ. ഈ തട്ടിപ്പടത്തേണ്ട കാര്യമില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ ഈ ബിസിനസ് നടത്തേണ്ട കാര്യമുണ്ടോ? ഇപ്പം എല്ലാ പറമ്പിലും പോയി ഒളിഞ്ഞു നടക്കുന്ന നിധി തപ്പിയെടുത്താൽ പോരെ. അപ്പം ഇതൊക്കെ സാമ്പത്തിക ചൂഷണം, ആത്മീയ ചൂഷണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയോ? അന്യായമാണ്. കുറച്ചൊരു ബോധമില്ലാത്തവൻ അള്ള എന്താ പറഞ്ഞാൽ അറിയോ? തോന്നിയതിനൊക്കെ ആരാധിക്കുക, കണ്ടതിനൊക്കെ ഇലാഹാക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് അള്ള പറയണം. ആയത്ത് നോക്കി, നമ്മൾ വായിച്ച ആയത്ത് വായിക്കുക. ആ ആയത്ത് വായിക്കുക. അറഅയ്ത കണ്ടില്ലേ? ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാൻ 25-ാമത്തെ സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാനിലെ 43-ാമത്തെ ആയത്ത്. 43-ാമത്തെ ആയത്ത് കണ്ട. അറഅയ്ത നബിയെ താങ്കൾ കണ്ടോ? എന്താ കണ്ടോന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിനെ കണ്ടോന്ന് ചോദിച്ചാൽ ആ വ്യക്തിനെ കാണുക എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് എന്താണ്? അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കണ്ടോന്നാണ്. അറഅയ്ത നബിയെ താങ്കൾ കണ്ടോ? മനിത്തഹദ ഇലാഹു ഹവ, സ്വന്തം ഇഷ്ടത്തെ തന്നിഷ്ടത്തെ ഇലാഹാക്കി സ്വീകരിച്ചവനെ നീ കണ്ടുപോ. എന്താണ്? തന്നിഷ്ടത്തെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ട. എന്താ ഹവ എന്ന് പറഞ്ഞാൽ അവനാന് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ആരാധിക്കാം. ഓനെ മനുഷ്യനെന്ന് പറയാൻ പറ്റൂലെന്ന്. മനുഷ്യന്മാർക്ക് ഈ കന്നുകാലികളിൽ ഇബറത്തുണ്ട്. പോയിന്റ് മനസ്സിലായ? ഇന്ന ഫീ ദാലിക ലഇബ്റ എന്ന് പറഞ്ഞില്ലേ? അൻആമിൽ വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ. അൻആമിൽ ഇബ്റത്ത് എന്ന് പറഞ്ഞതാണ്. ഈ കണ്ടതിനെയൊക്കെ ഇലാഹാക്കുന്നവനെ എന്ത് പറയാൻ പറ്റൂല? മനുഷ്യന്ന് പറയാൻ പറ്റൂല. ഓന് എന്തിനു സമാണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി തൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഞാൻ എന്തിനെ ആരാധിക്കണം എന്നതിന് വേണ്ടിയാണ്. മനസ്സിലേ? ഇതിലിപ്പോൾ പിന്നെ MMA ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരെയുണ്ടോ? നമ്മൾ MMA ക്ലാസ്സിൽ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? അള്ളാഹു സമദ എന്നാണ് പഠിച്ചത്. എന്താ ആ പഠനം എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ്? എന്തിനെയാണ് ഇലാഹായി ഒരാൾ സ്വീകരിക്കേണ്ടത് എന്നതാണ്. എന്താ സമദ് പറഞ്ഞാൽ? എല്ലാവരും ആശ്രയിക്കുന്ന, ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത ശക്തിക്കാണ് എന്ത് പറയാ? സമദ് എന്ന് പറയാം. സൃഷ്ടികൾ ആരാവട്ടെ, സൃഷ്ടികളിൽ ഏറ്റവും മഹാനാരാ? സൃഷ്ടികളിൽ അഷ്റഫുൽ ഖൽഖാരാ? റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നോ? ഇല്ലേ? വന്നിട്ടില്ലേ? അപ്പം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരാളെ ദൈവമാക്കാൻ പറ്റുമോ? വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി ബാക്കിയൊക്കെ താഴല്ലേ അല്ലേ? ഫിർഔനിനെ ആരാധിച്ച ആരാധിച്ചത് ഫിർഔൻ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഫിർഔൻ ആരാന്ന് മലിക്കു മിസ്റാണ്. മിസ്റിന്റെ രാജാവാണ്. അവ ആരാധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ അള്ളാഹ് ആ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശ്രീ രവിശങ്കറിനെയും ഈ സായിബാബാനെയും ഈ അമൃതാനന്ദമ്മയും ആരാധിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എത്ര മുസ്ലിമീങ്ങളാണ് പോണത്? എത്ര മുസ്ലിമീങ്ങളാണ് പോണത്? എല്ലാ ഞായറാഴ്ച രാവിലെ 5 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ
വലിയ 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 ആൾക്കാരാ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS, IPS ഒക്കെയാണ് ശ്രീ രവിശങ്കറിന്റെ അടുത്ത് പോണത്, മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ. അപ്പൊ തോന്നുന്നതിനെയൊക്കെ ഇലാഹാക്ക. അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ. മനസ്സിലാണ് ഞാൻ പറഞ്ഞത്? അപ്പം എന്തിനെ ആരാധിക്കണം എന്നതാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആദ്യം കണ്ടെത്തേണ്ടത്. പരിമിതികളുള്ളതിനെ ദൈവാക്കാൻ പറ്റൂല, ന്യൂനതകളും കുറവുകളും ഉള്ളതിനെ ദൈവാക്കാൻ പറ്റൂല. ഒരു ന്യൂനതകളുമില്ലാത്ത, ഒരു കുറവുകളുമില്ലാത്ത എന്നെന്നുമുള്ളവനാകണം ദൈവം, അല്ലേ? ജനിച്ചവനും മരിക്കുന്നവനുമായ ഒരു ശക്തി ആരാധിക്കാൻ പറ്റുമോ? അതാണ് അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ് ഖുർആനിൽ നമുക്ക് കിട്ടേണ്ട ആയത്തെ അറിവ്. ശരി, ബാക്കി വായിക്കേ. അഫ അൻത തക്കൂനു അലൈഹി വക്കീല. എന്നിരിക്കെ നീ അവൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നീ വക്കീലായി മാറുക? വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോടതിയിൽ ഒരു വക്കീൽ കേസിന് കഴിച്ചിലാകണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കാര്യങ്ങൾ വാദിക്കാൻ വയ്ക്കുക. അപ്പം നബീനെ വക്കീലാക്കിയിട്ട് തൽക്കാലം ഇവർക്കാർക്കും എന്താക്കാൻ പറ്റില്ല, പരലോകത്ത് കഴിച്ചിലാക്കാൻ പറ്റൂല എന്ന്. കേസിൽ ഒരു വക്കീലിനെ ഏൽപ്പിക്കും, അല്ലേ? അതേപോലെ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന ഷിർക്കിന് അള്ളാഹിന്റെ റസൂലിനെ വക്കീലാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആശയം ഖുർആനാണ്. ആ ഖുർആനിൽ ആരെയാണ് ഇലാഹാക്കേണ്ടത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിയണം. ബാക്കി വായിക്കും. അടുത്ത ആയത്ത് വായിക്കേ. അവിടെ അഞ്ഞാമ വരുന്നത് അം തഹ്സബു, നീ വിചാരിക്കുന്നുണ്ടോ, അതല്ല നീ കരുതുന്നുണ്ടോ, അന്ന അക്സറഹും യസ്മഊൻ, അവരിൽ ഭൂരിപക്ഷ ആളുകളും ഇതൊക്കെ കേൾക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഔ യഅഖിലൂൻ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മളെ നാട്ടിൽ എത്ര പ്രബോധന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അല്ലേ? ഏത് പരിപാടി വെച്ചാലും പ്രസംഗിക്കുന്നത് എന്താ? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു അല്ലാത്ത ഒന്നിനും നിങ്ങൾ ആരാധിക്കരുത്, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം ആവണം, അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ വിചാരിക്കുന്നുണ്ടോ അവരിൽ ഭൂരിപക്ഷ ആൾക്കാരും ഇതൊക്കെ സ്വീകരിക്കുന്നു? കേൾക്കൂല, കേൾക്കാൻ തയ്യാറാവൂല, ചിന്തിക്കാനും തയ്യാറാവൂല. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അള്ളാഹ് പറയാം. വായിക്കേ. ഇൻഹും, നിങ്ങൾ വായിക്കേ. ഇൻഹും ഇല്ലാ കൽ അൻആം, ഒരു നാക്കാലിയായ മാരി അല്ലാതെ മറ്റെന്താ അവരെ പറ്റി പറയാം? ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയല്ലാതെ മറ്റെന്താണ്? അപ്പൊ നാൽക്കാലികൾ നമുക്കുള്ള ഇബറത്തിൽപ്പെട്ട ഇബറത്ത് എന്താ? ഈ നാൽക്കാലികൾ എന്തിനാ ആരാധിക്കണം അറിയുന്നത്? ആരെ? നാൽക്കാലികൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഖുർആൻ എന്താ പറഞ്ഞത്? ഇബാദത്ത് ചെയ്യണമെന്നാ പറഞ്ഞത്. ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നാക്കാലികൾ അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. നാക്കാലിന്റെ ബുദ്ധി കൂടി ആർക്കില്ല? മനുഷ്യനില്ല. അള്ളാഹ് പറഞ്ഞ കാര്യം നോക്കി നിങ്ങൾ. ഇല്ലാക്കല്ലാൻ ഈ ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം അവർ കേൾക്കില്ല, അവർക്ക് മനസ്സിലായി. എത്രയാണ് നമ്മൾ ആളുകൾ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത്? എത്ര മനുഷ്യന്മാരെ പൈസയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്ര ആളുകൾ, എന്നിട്ടും മനുഷ്യന് ഇത് തലയിൽ കയറുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി വായിക്കുക. ബൽഹും അതല്ലേ, അത് കാലികളെന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം എന്താ? കാലികൾ ആരെ മാത്രം ആരാധിക്കണത്? അള്ളാഹിനെ മാത്രമാണ്. നിങ്ങൾ ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ല? എന്താണ്? ഔ ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അദല്ലു സബീല, അവരാകുന്നു കൂടുതൽ വഴിവേച്ചവർ. ആര്? ഈ നാക്കാലികളെക്കാൾ കൂടുതൽ വഴിവേച്ചതാരാ? മനുഷ്യന്മാരാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. അതിനുശേഷം അല്ലാഹു തആല പിന്നീട് ഭൂമിയിലെ കുറേ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു നോക്കേണ്ടി. ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല അള്ളാഹിനെ എന്തിന് ആരാധിക്കണം എന്നതിൻ്റെ തെളിവുകളാണ് പിന്നെ പറയണത്. എന്തിനാ? തന്നിഷ്ടത്തെ ആരാധിക്കണ്ട, എനിക്ക് തോന്നുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുക, അങ്ങനെ ഒരു ആരാധന ഇല്ലാന്ന്. പിന്നെ ആരാധന ആർക്കാണ്? അതിനുള്ള തെളിവുകളാണ് അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദ വലൗ ശാഅ ലജഅലഹു സാക്കിന
തുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അള്ളാഹു തആല ആ സൂര്യൻ്റെ നിഴൽ കൂടുന്നതും കുറയുന്നതും, ആ നിഴൽ സാക്കിനായി ഒരു നിശ്ചലമായി നിൽക്കാത്തതും, അതിൻ്റെ സഞ്ചാരവും, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ അള്ളാഹു പറയാം. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ ആര് മാത്രം? അള്ളാഹു മാത്രമാണ്, അല്ലേ? ആ അള്ളാനെ കണ്ടെത്തിയിട്ട് ആ അള്ളാനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ മെസ്സേജാണ് അള്ളാഹു തആല കൊടുക്കുക. അപ്പോൾ അൻആമിൽ നമുക്കുള്ള ഗുണപാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം, നമ്മൾ കന്നുകാലികളെ പോലെ ആവാതിരിക്കണമെങ്കിൽ അള്ളാനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യരെ ഉണ്ടാകണം. ഇനി അടുത്തത് സൂറത്ത്, അതുകൊണ്ട് നോക്കി അവസാനിപ്പിക്കാം. സൂറത്ത് ഷുഅറയിലെ 26-ാം അധ്യായം. സൂറത്ത് ഷുഅറയിലെ 124 മുതൽ 140 വരെ. സൂറത്ത് ഷുഅറ 26-ൽ 124 മുതൽ 140 വരെ. കണ്ട 26-ാമത്തെ സൂറത്ത്. കണ്ടില്ല? 26 ഷുഅറ. ഓതിക്കൊള്ളു, ആയത്ത് ഓതിക്കൊള്ളു എല്ലാവരും. മനുഷ്യനെ പടച്ച കാലം മുതൽ തന്നെ നാക്കാലികളുണ്ട്. എങ്ങനെ? മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ അള്ളാഹു തആല എന്തിനും പടച്ചിട്ടുണ്ട്? കന്നാലിനെയും പഠിച്ചിട്ടുണ്ട്, അനാമിനെ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിലെ ആദ്യത്തെ സമൂഹം മനുഷ്യ സമൂഹം ആരാ? ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യ സമൂഹം ആരാ? നൂഹ് നബിൻ്റെ സമൂഹമാണ്. ആദം നബിൻ്റെ കാലത്ത് വ്യക്തികളെ ഉള്ളൂ, സമൂഹമില്ല. ഒരു സമൂഹം എന്ന് പറഞ്ഞത് ആരാ കാലത്താണ്? നൂഹ് നബിൻ്റെ കാലത്താണ് ആദ്യത്തെ സമൂഹം. അതാണ്. ആ സമൂഹം എന്തായി? മൊത്തത്തിൽ പ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടു. പിന്നെ എത്ര ആൾ ബാക്കിയുണ്ടേനി? 80 ആൾ. എത്ര ആൾക്കാർ?
80 ആൾക്കാരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിൽ കയറി 80 ആൾക്കാരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആ 80 ആളുകൾക്ക് അള്ളാഹു തആല എന്താക്കിയെന്നറിയോ? ബറക്കത്തണ്ട് കൊടുത്ത് അവർ തൊട്ടതൊക്കെ പൊന്നായി. അവർക്ക് ജനിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള മക്കളായി. ഭയങ്കര ആയുസ്സായിരുന്നു അവർ കൊണ്ടുപോയ ആ കോഴി മാടും പിന്നെ എല്ലാ ഇണകളെയും 2 ജോഡി കൊണ്ടേയല്ലോ. ഇണകളൊക്കെ എല്ലാത്തിനും കൊണ്ടേയില്ല. ആ കൊണ്ടയത് ഒറ്റൊന്ന് പോലും എന്തായില്ല. ഏതെങ്കിലും ഒരു ചെടി പോലും കുഴിച്ചിട്ടിട്ട് അത് ഉണങ്ങിപ്പോവുകയെ ഏതെങ്കിലും കൊണ്ടായ ഒരു കോഴി ചത്തുപോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നൂഹ് നബി പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസല മുബാറക്ക, ബർക്കത്തുള്ള ഒരു ഇറക്കം ഞങ്ങളെ ഇറക്കി പടച്ചവനെന്ന്. ആ ബർക്കത്ത് പടച്ചവനോട് കൊടുത്തവർക്ക് കൊടുത്തിട്ട് ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ സമൂഹം ആരാന്നറിയോ? കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ കുടുംബമാണ്. നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് ഇറങ്ങിയില്ലേ, ആ വിഭാഗമാണ് ആദ് സമൂഹം. ആര്? ആദ് സമൂഹം. കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ. നൂഹ് നബി മരിച്ചു. പിന്നെ അവരിലേക്ക് വന്ന പ്രവാചകനാണ് ആര്? ഹൂദ് നബി. ആര്? ഹൂദ് നബി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഈ കപ്പലിൽ മനുഷ്യന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, പിന്നെ എന്തുണ്ട്? കന്നുകാലികളും ഉണ്ട്. മനസ്സിലായെന്താ പറഞ്ഞേ? മനസ്സിലായോ? ഈ കപ്പലിൽ നിന്ന് മനുഷ്യന്മാരും ഇറങ്ങി, കന്നുകാലികളും കപ്പലിൽ നിന്ന് ഇറങ്ങി. ഭൂമിയിൽ ഈ ഇറങ്ങിയ കന്നുകാലികളെപ്പോലുള്ള മനുഷ്യന്മാരാവരുത് ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യന്മാർ. അതിനാണ് ആയത്ത് വായിക്കുക. അതിനാണ് ആ ഇറങ്ങിയ ആൾക്കാരോട് ഇത് കാല ലഹും അഹൂഹും ഹൂദുൻ അലാ തത്തഖൂൻ, അവരെ സഹോദരൻ ഹൂദ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, തഖ്വ ഉണ്ടാകുന്നില്ലേ? ഇന്നീലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വഅതിഊൻ അമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ അതബുനൂന ബിക്കുല്ലി നീഇൻ ആയതൻ തഅബസൂൻ. നിങ്ങൾ വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി കുന്നിൻ പ്രദേശങ്ങളിൽ നിങ്ങൾ വലിയ വലിയ പ്രതാപ ചിഹ്നങ്ങൾ നിർമ്മിക്കുകയാണോ? വതത്തഖിദുന മസാനിയ ലഅല്ലക്കും തഖ്ലൂദൂൻ, എന്നെന്നും ഇവിടെ ശാശ്വതമായി ജീവിക്കാം എന്ന നിലക്ക് നിങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുകയാണോ? മനുഷ്യൻ താമസിക്കുന്നതും കന്നുകാലികൾ താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? കന്നുകാലികൾ എന്തിനാ താമസിക്കുക? ആലയിൽ അല്ലേ? കന്നുകാലികൾ ആലൻ്റെ കോലം നമ്മക്കറിയാലോ അല്ലേ? എന്നാൽ ഈ ആലയുടെ കോലത്തിലാണോ മനുഷ്യന്മാർ പെരണ്ടാക്കൽ? മനുഷ്യൻ ആ വീട്ടിൽ എന്നെന്നും ശാശ്വതമായി ഇനി മരിക്കാതെ താമസിക്കുമെന്ന നിലക്കുള്ള പെര ഉണ്ടാക്കുക അല്ലേ? മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ പെര അങ്ങനെ ഉണ്ടാക്കുക. അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് പറയണെന്ത്? വൈദാ ബത്തശ്റ്റും പറയും, നിങ്ങൾ കയ്യൂക്ക് നടത്തുകയാണെങ്കിൽ നിഷ്ഠൂരമായി കയ്യൂക്ക് നടത്തും. ഒരു മൃഗവും എന്താക്കൂല മറ്റൊരു മൃഗത്തെ അന്യായമായി, ഒരു മൃഗത്തിൻ്റെ വീട് മറ്റൊരു മൃഗം കയറി ആക്രമിക്കൂല, ഒരു കയ്യേറ്റം നടത്തൂല. പക്ഷെ മനുഷ്യന്മാർ അങ്ങനല്ല. മനുഷ്യന്മാർ ആ രൂപത്തിലാണ് കയ്യേറ്റങ്ങൾ, അക്രമങ്ങൾ നടത്തുന്നത്. ഫത്തഖുല്ലാഹ വഅതിഊൻ. ആരാണ് അല്ലാഹ്? വത്തഖുല്ലദീ അമദ്ദക്കും ബിമാ തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ, സൗകര്യങ്ങൾ, വിശാലമായി സൗകര്യങ്ങൾ നൽകി നിങ്ങളെ സഹായിച്ചവനാണ്. അമദ്ദക്കും ബി അൻആമിൻ വബനീൻ, ആ കൂട്ടത്തിൽ കന്നുകാലികളെ കൊണ്ടും മക്കളെ കൊണ്ടും അവൻ നിങ്ങൾ സഹായിച്ചു. വജന്നാത്തിൻ വഅയൂൻ, തോട്ടങ്ങളും ഉറവിടങ്ങളും നിങ്ങൾക്ക് അവൻ നൽകുകയുണ്ടായി, ഉറവുകളും നൽകി. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഞാനിതാ പേടിക്കാണ് നിങ്ങളെ ഒരു ഭീകരമായ ഒരു ശിക്ഷ വരുന്ന ഒരു ദിവസത്തെ, ഒരു ശിക്ഷയുടെ ദിവസത്തെ ഞാനിതാ ഭയപ്പെടുകയാണ്. അപ്പം എന്തോര് പറഞ്ഞറിയോ? ഖാലു സവാഉൻ അലൈന അവഅത്ത അം തകുൻ മിനൽ വാദി, ഈ ഞങ്ങളെ വാദ് പറഞ്ഞാലും ശരി, ഞങ്ങളോട് വാദ് പറഞ്ഞില്ലെങ്കിലും ശരി, ഞങ്ങൾക്കൊക്കെ കണക്കാണെന്ന്, ഞങ്ങൾ ഈ പറഞ്ഞൊന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഭൂമിയിലെ സമൂഹമായി ജീവിച്ച അനുഗ്രഹങ്ങൾ നൽകിയ മനുഷ്യന്മാർ വരെ എന്താക്കി? പടച്ചവനിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഉണർത്തുന്നൊരു കാര്യമാണെന്ത്? നിങ്ങൾക്ക് മക്കളെയും കന്നുകാലികളെയും ഒക്കെ നൽകി, ധാരാളമായി നൽകി നിങ്ങളെ സഹായിച്ചവനാണ് ആര്? റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്നാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ അറിയാം? അവസാന മനുഷ്യനോട് എത്തി അറിയങ്ങൾ ഈ കന്നുകാലിനെ ആരാധിക്കുന്നിടത്തിലെത്തി. ആ കന്നുകാലിനെ ആരാധിക്കുന്നിടത്തിലെത്തില്ല മനുഷ്യൻ പൂജിക്കണത് കന്നുകാലിനെ പൂജിക്കുന്നിടത്തെത്തിയില്ലേ?
ആലോചിക്കണം. ഇന്നഫിൽ അൻആമി ലഇബ്റ എന്ന് പറഞ്ഞതിൽ വലിയ തത്വമുണ്ട്. കന്നുകാലികൾ നിങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹ് പറഞ്ഞ സൂറത്ത് ഏതാ? സൂറത്ത് മുഅ്മിനൂൻ. അത് നമുക്ക് തരുന്നത് എന്താ? ആ സൂറത്ത്, ആ പഠിക്കുക വഴി ഈമാൻ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു ഷഹാദത്താണ്. അള്ളാഹുവേ, നീ മാത്രമാണ് ആരാധനക്കർഹൻ, എന്നാൽ എനിക്ക് തോന്നിനൊന്നും ഞാൻ ആരാധിക്കൂല, എൻ്റെ ആരാധന നിനക്ക് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിൽ അതിന് ഷഹാദത്തായി സാക്ഷ്യമായി കൊണ്ടു നടന്ന് ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെ സഹായിക്കണം. അതിനാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. ഷിഫായിനെ അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ആരോഗ്യം ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജോലിയിലും ഏർപ്പാടിലുമെല്ലാം അള്ളാഹു തആല നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് അള്ളാഹു സാലിഹായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. മക്കൾ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.